ഒന്ന് നമ്മുടെ ആയുസ്സിനെ ഹിതായുവായി ജീവിക്കാൻ, അഹിതായുസ്സായി ജീവിക്കാൻ, സുഖായുവായി ജീവിക്കാൻ, ആയുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാൻ, ദുഃഖായുവായി ജീവിക്കാൻ, ഇടയിലുള്ള സംഭവങ്ങളെ മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തി അവയെ ചേർത്ത് വെച്ച് ഒരു ശാസ്ത്ര മാതൃകയെ ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, ഇന്ദ്രിയാർത്ഥങ്ങളായ ചുറ്റും കാണുന്ന വിഷയങ്ങൾ, ലോകം, ഇത്രയും ചേർന്നതാണ് ഓരോ നിമിഷവും ഓരോ വ്യക്തിയും. ഇതിലേതെങ്കിലും ഒന്ന് അടർത്തി മാറ്റിവെച്ച് അവനെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് പ്രയോജനരഹിതമാണ്. സുകുമാർജിയെ പഠിക്കുവാൻ ഞാൻ ഒരുങ്ങുമ്പോൾ സുകുമാർജിയുടെ കണ്ണുകളെ പഠിച്ചിട്ടോ കയ്യെ പഠിച്ചിട്ടോ കണ്ണിനും കൈക്കും മാറ്റം വരുത്തിയിട്ടോ ആരോഗ്യം ഉണ്ടാവില്ല. ഇത് വളരെ വ്യക്തതയോടെ പറയും. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം വിചിത്രമായി പറഞ്ഞാൽ, കണ്ണുണ്ടാക്കിയിരിക്കുന്ന ത്വച കൊണ്ടാണ്, ചെവിയും ത്വച കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ത്വക്ക് അതിൻ്റെ ഒരു പരിണാമമായി ചെവിയും ഈ കണ്ണും ഈ മൂക്കും എല്ലാം. മൂക്കിൻ്റെ അവിടുത്തെ ത്വക്ക് ഭാഗങ്ങൾക്ക് മണമാണ് കിട്ടുന്നത്. കണ്ണിന് കാരണമായ ത്വചാഭാഗങ്ങൾക്ക് രൂപമാണ് കിട്ടുന്നത്. ചെവിക്ക് ഭാഗമാകുന്ന ത്വചയ്ക്ക് കേൾവിയാണ് കിട്ടുന്നത്. ത്വക്കിന് സ്പർശമാണ് കിട്ടുന്നത്. നാവേലിരിക്കുന്ന ത്വക്കിന് രസമാണ് കിട്ടുന്നത്. അത് കയ്യെ കൊണ്ട് വെച്ചാൽ കിട്ടില്ല. ഈ പരിണാമത്തിന് കാരണമായിരിക്കുന്ന ദ്രവ്യ സംസ്കൃതി പഠിക്കാതെ ഈ അവയവങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കച്ചവട സംഘങ്ങൾക്ക് അവയവങ്ങളെ മാറ്റിമറിച്ച് പരാജയപ്പെട്ടാലും മാറ്റിവെച്ചതിൻ്റെ കാശ് കിട്ടും. ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാക്കാനും പറ്റും. ഇപ്പോൾ കച്ചവട സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണ് മാറ്റി വെക്കുന്നു, ഇത്ര രൂപ മാറ്റി വെച്ചു, കണ്ടില്ല, ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ. അതാണ് ശാസ്ത്രം. കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ശാസ്ത്രം അതാണ്. 1.5 ലക്ഷം രൂപയാണ് നിൻ്റെ ചെവിയിൽ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിന്. ഇത്രയും ലക്ഷം രൂപ മുടക്കുമ്പോഴെങ്കിലും കാശ് കിട്ടിയില്ലെങ്കിൽ ആ കാശ് തിരിച്ചു കൊടുക്കാം. വൈശ്യസംസ്കൃതിയിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല. വൈശ്യ സംസ്കൃതിയാണ് ഇതിനെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. ശരിയാണ്. പക്ഷെ വൈദികർ പഠിക്കുമ്പോൾ ഈ ത്വചയുടെ പരിണാമമാണ് അവർ പഠിക്കുന്നത്. അതിലുളവാക്കുന്ന സംവേദനങ്ങളാണ് അവരുടെ പഠന വിഷയം. അതാണ് നിങ്ങൾ അശാസ്ത്രീയമാണെന്ന് ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും പറയുന്നത് എപ്പോഴെങ്കിലും ഉണർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്.